എന്താണ് എ ഐ ഏജൻസ്? എ ഐയും എ ഐ ഏജൻസും തമ്മിലെ വ്യത്യാസം എന്താണ്? അത്ര ടെക്നിക്കൽ അല്ലാതെ 3 സിമ്പിൾ സ്റ്റെപ്പിലായിക്കൊണ്ട് നമുക്കറിയാവുന്ന കോൺസെപ്റ്റായ ചാറ്റ് ജി പി ടിയിൽ നിന്നും തുടങ്ങി എ ഐ വർക്ക് ഫ്ലോസ് എന്താണെന്നും എ ഐ ഏജൻസ് എന്താണെന്നും ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ 1, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. എല്ലാ പോപ്പുലർ ആയിട്ടുള്ള ചാറ്റ് ബോർഡ്സും, അതായത് ചാറ്റ് ജി പി ടി, ക്ലോഡ്, ജെമിനൈ എന്നിവയെല്ലാം ഒരു ലാർജ് ലാംഗ്വേജ് മോഡലിന് മുകളിൽ ബിൽഡ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻസ് ടെക്സ്റ്റ് ജനറേഷനും എഡിറ്റിങ്ങിനും വളരെ എക്സലൻ്റ് ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ ചാറ്റ് ജി പി ടിയിലേക്ക് ഒരു ഇൻപുട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിലെ എ ഐ മോഡൽ അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡൽ അതിൻ്റെ ട്രെയിൻഡ് നോളജിൽ നിന്നാണ് നമുക്ക് ഉത്തരം നൽകുന്നത്. ഉദാഹരണത്തിന്, ഞാൻ ചാറ്റ് ജി പി ടിയോട് ഒരു ഇമെയിൽ തയ്യാറാക്കാൻ പറഞ്ഞു എന്ന് കരുതുക. നമ്മൾ കൊടുക്കുന്ന ഈ റിക്വസ്റ്റ് അല്ലെങ്കിൽ പ്രോംപ്റ്റ് ആണ് ചാറ്റ് ജി പി ടിയിലേക്ക് അല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലിലേക്ക് ഇൻപുട്ടായി പോകുന്നത്. ചാറ്റ് ജി പി ടി നമുക്ക് നൽകുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ ഇമെയിലാണ് ഇവിടെ ഔട്ട്പുട്ട്. ഇതുവരെ സിമ്പിൾ ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ബട്ട് ഇനി ഞാൻ ചാറ്റ് ജി പി ടിയോട് എനിക്ക് എപ്പോഴാണ് ഒരു മീറ്റിംഗ് ഉള്ളത് എന്ന് ചോദിച്ചാലോ? ഇതിന് പറയുന്ന ഉത്തരം തെറ്റായിരിക്കും എന്ന് നമുക്കറിയാം. കാരണം എനിക്കിനി എപ്പോഴാണ് മീറ്റിംഗ് ഉള്ളത് എന്നറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കലണ്ടറിലേക്ക് ചാറ്റ് ജി പി ടിക്ക് ആക്സസ് ഉണ്ടായിരിക്കണം. ഇതിൽ നിന്നും 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ഒന്ന്, ലാർജ് ലാംഗ്വേജ് മോഡൽസിന് എത്ര വാസ്റ്റ് ട്രെയിനിങ് നോളജ് ഉണ്ടെങ്കിലും പ്രൊപ്രേറ്ററി ആയ ഇൻഫർമേഷൻസിലേക്ക് ആക്സസ് ഇല്ല. 2, ലാർജ് ലാംഗ്വേജ് മോഡൽസ് പാസീവാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന് വെയിറ്റ് ചെയ്ത് അതിന് ഉത്തരം പറയുകയാണ് ചെയ്യുന്നത്. അത് സ്വന്തമായി ഒന്നും ചെയ്യുകയില്ല. ഈ 2 കാര്യങ്ങൾ ഓർത്തു വെക്കുക. ഇനി നമ്മുടെ ടോപ്പിക് നമ്പർ 2, എ ഐ വർക്ക് ഫ്ലോസ്. ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോകാം. സപ്പോസ് ഞാൻ LLMന് എൻ്റെ കലണ്ടറിലേക്ക് ആക്സസ് കൊടുത്തു എന്ന് കരുതുക. ഇനി ഏതൊരു ചോദ്യം ചോദിക്കുമ്പോഴും എൻ്റെ കലണ്ടറിലേക്ക് ഒരു സെർച്ച് ക്വറി നടത്തി ഇൻഫർമേഷൻ ഫെച്ച് ചെയ്ത ശേഷം മാത്രമേ ഉത്തരം പറയാവൂ എന്ന ലോജിക് ഞാൻ കോൺഫിഗർ ചെയ്തു. ഇങ്ങനെ ഒരു ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ അടുത്ത തവണ ഞാനൊരു ചോദ്യം ചോദിക്കുമ്പോൾ, ലെറ്റ്സ് സേ വെൻ ഇസ് മൈ മീറ്റിംഗ് വിത്ത് പേഴ്സൺ എ, ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് കൃത്യമായി ഉത്തരം ലഭിക്കും. കാരണം ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പായി LLM ആദ്യം എൻ്റെ കലണ്ടറിൽ നിന്നും ഇൻഫർമേഷൻ ഫെച്ച് ചെയ്ത ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരം പറയുക. ബട്ട് ഹിയർ ഇസ് ദ പ്രോബ്ലം. എൻ്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ലെറ്റ്സ് സേ ഇന്നത്തെ വെതർ എന്താണ് എന്നാണെങ്കിലോ, LLM ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ പരാജയപ്പെടും. കാരണം നമ്മൾ സെറ്റ് ചെയ്ത ലോജിക് പ്രകാരം എപ്പോഴും കലണ്ടറിൽ നിന്നും ഡാറ്റ ഫെച്ച് ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. കലണ്ടറിൽ തീർച്ചയായും വെതർ ഇൻഫർമേഷൻ ഇല്ല. ഇതാണ് എ ഐ വർക്ക് ഫ്ലോസിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ട്രേറ്റ്. അതായത് എ ഐ വർക്ക് ഫ്ലോസ് എപ്പോഴും ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു ലോജിക് ഇംപ്ലിമെൻറ്റ് ചെയ്യൽ മാത്രമാണ് ചെയ്യുക. ഈ പാത്തിനാണ് കൺട്രോൾ ലോജിക് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമ്പിളിലേക്ക് തിരിച്ചു പോയാൽ, ലെറ്റ്സ് സേ നമ്മൾ കൂടുതൽ സ്റ്റെപ്പുകൾ ആഡ് ചെയ്ത് നമ്മുടെ LLMന് വെതർ APIയിലേക്ക് കൂടി ആക്സസ് കൊടുത്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കും. പക്ഷേ സ്റ്റിൽ ഇതൊരു എ ഐ വർക്ക് ഫ്ലോ മാത്രമാണ്. നമ്മളിനി എത്ര എക്സ്റ്റേണൽ സോഴ്സുകളിലേക്ക് ആക്സസ് കൊടുത്താലും, ലെറ്റ്സ് സേ 10, 100 or 1000 എക്സ്റ്റേണൽ APIകളിലേക്ക് ആക്സസ് കൊടുത്താലും ദിസ് ഈസ് സ്റ്റിൽ എ ഐ വർക്ക് ഫ്ലോ. കാരണം ഇവിടെ ഡിസിഷൻ എടുക്കുന്നത് ഹ്യൂമൺ ആണ്. ഒരു ഹ്യൂമൺ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ഏജൻ്റ് അല്ല. അവിടെ ഏജൻറ്റിൻ്റെ ഒരു പ്ലേ ഇല്ല. ഇത് എ ഐ വർക്ക് ഫ്ലോ മാത്രമാണ്. ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി ടോപ്പിക് നമ്പർ 3, എ ഐ ഏജൻസ്. ലെറ്റ്സ് സേ ഞാൻ ന്യൂസ് ആർട്ടിക്കിൾസിൽ നിന്നും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ഒരു എ ഐ വർക്ക് ഫ്ലോ തയ്യാറാക്കുകയാണെന്ന് കരുതുക. ഒരു ഹ്യൂമൺ എന്ന നിലയിൽ ഈ ടാസ്ക് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ചിന്തിക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ റീസൺ ചെയ്യുകയാണ് ചെയ്യുക. അതായത് ആദ്യം ന്യൂസ് ആർട്ടിക്കിൾ ലിങ്ക്സ് കമ്പൈൽ ചെയ്ത് ഒരു ലിസ്റ്റ് ആക്കണം. രണ്ടാമത്തെ സ്റ്റെപ്പായി ഈ ന്യൂസ് ആർട്ടിക്കിൾസ് ഓരോന്നായി സമ്മറൈസ് ചെയ്യണം. അവസാന സ്റ്റെപ്പായി ഈ സമ്മറിയിൽ നിന്നും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കണം. ഈ 3 സ്റ്റെപ്പുകളെ കുറിച്ചായിരിക്കും ഞാൻ ആദ്യം ചിന്തിക്കുക അല്ലെങ്കിൽ റീസൺ ചെയ്യുക. അടുത്ത സ്റ്റേജ് ആയിക്കൊണ്ട് ഈ സ്റ്റെപ്പുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആക്ട് ചെയ്യും. അതായത് ഓരോ സ്റ്റെപ്പിനും അനുയോജ്യമായ ടൂൾ സെലക്ട് ചെയ്ത് ഞാൻ ആക്ട് ചെയ്യും. ഉദാഹരണത്തിന്, കളക്ട് ചെയ്ത ഈ ന്യൂസ് ആർട്ടിക്കിൾസ് ഞാൻ ഗൂഗിൾ ഷീറ്റ്സിൽ ലിസ്റ്റ് ചെയ്യാം. പെർപ്ലെക്സിറ്റി യൂസ് ചെയ്ത് ഈ ആർട്ടിക്കിൾസ് സമ്മറൈസ് ചെയ്യും. അതുപോലെ ക്ലോഡ് അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി ഉപയോഗിച്ച് ഫൈനൽ സോഷ്യൽ മീഡിയ പോസ്റ്റ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഈ വീഡിയോയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഈ ഒരു എ ഐ വർക്ക് ഫ്ലോയെ എ ഐ ഏജൻ്റ് ആക്കുന്ന ഒരു നമ്പർ 1 ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു എൻ്റയർ പ്രോസസ്സിലെ ഡിസിഷൻ മേക്കറായ എന്നെ, അതായത് ഹ്യൂമണിനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. എനിക്ക് പകരം ഒരു എ ഐ ഏജൻ്റ് ആയിരിക്കണം ഇവിടെ റീസൺ ചെയ്യേണ്ടത്. ന്യൂസ് ആർട്ടിക്കിൾസ് കമ്പൈൽ ചെയ്യാനുള്ള ഏറ്റവും എഫിഷ്യൻ്റ് ആയ വഴി എന്താണെന്ന് കണ്ടെത്തണം. ഓരോ ആർട്ടിക്കിൾസും ഒരു വേർഡ് ഡോക്യുമെന്റിലേക്ക് കോപ്പി ചെയ്യുന്നതാണോ നല്ലത്? അല്ല, ആദ്യം ആർട്ടിക്കിൾ ലിങ്ക്സ് കളക്ട് ചെയ്ത ശേഷം മറ്റൊരു ടൂൾ ഉപയോഗിച്ച് ടെക്സ്റ്റ് ഫെച്ച് ചെയ്യലാണ് നല്ലത്. ഇതുപോലുള്ള ചോദ്യങ്ങളും റീസണിങ്സും ഏജന്റ് തന്നെ സ്വയമായി ചെയ്യണം. അതുപോലെ തന്നെ റീസണിങ്ങിന് പുറമെ എ ഐ ഏജൻസ് ആക്ട് ചെയ്യുക കൂടെ വേണം. ഉദാഹരണത്തിന്,
ആർട്ടിക്കിൾ ലിങ്ക്സ് ലിസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ല ടൂൾ ഏതാണ്? മൈക്രോസോഫ്റ്റ് വേർഡ് ആണോ, ഗൂഗിൾ ഷീറ്റ്സ് ആണോ, എക്സൽ ആണോ? ഇതെല്ലാം പരസ്പരം LLMs തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് റീസൺ ചെയ്ത് ഡിസിഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ റീസൺ ചെയ്ത ശേഷം ഏറ്റവും ഉചിതമായ ടൂൾ സെലക്ട് ചെയ്യുകയും അതിൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു റീസണിങ് പ്ലസ് ആക്ട് ഫ്രെയിംവർക്കിനാണ് ReACT എന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ ഏജന്റുകളും ഈ ഒരു ഫ്രെയിംവർക്കാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഏജന്റ്സ് റീസണിങ് ചെയ്യണം, അതുപോലെ ആക്ട് ചെയ്യണം. അതാണ് ReACT. ഏജൻസിന്റെ മൂന്നാമത്തെ ഒരു ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ എബിലിറ്റി ടു ഐട്രേറ്റ് ആണ്. അതായത് ആവർത്തിക്കാനുള്ള എബിലിറ്റി. നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന AI വർക്ക് ഫ്ലോ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഐട്രേഷനിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ഒരു ഔട്ട്പുട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹ്യൂമൻ ഈ പ്രോസസ്സ് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്യും, നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയ ഒരു ഉത്തരം കിട്ടുന്നത് വരെ. ഈ ഒരു പ്രോസസ്സ് AI ഏജൻസും ഓട്ടോണമസ് ആയി ചെയ്യുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ ഒരു AI ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു LLM പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് മറ്റൊരു LLMനെ വെച്ച് ക്രിട്ടിക് ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ ഫസ്റ്റ് വെർഷൻ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾ ചോദിക്കും. എങ്ങനെ ഈ വെർഷനെ ബെറ്റർ ആക്കാം, എന്തൊക്കെയാണ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഈ ബെസ്റ്റ് പ്രാക്ടീസുകൾ ലിസ്റ്റ് ചെയ്യുകയും ഓരോ ബെസ്റ്റ് പ്രാക്ടീസും ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇത് മൾട്ടിപ്പിൾ LLMകൾ ചേർന്ന് ഒരുമിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ മൾട്ടിപ്പിൾ LLMകൾ ചേർന്ന് ഒരുപാട് ഐട്രേഷൻസിന് ശേഷം കിട്ടുന്ന ഔട്ട്പുട്ട് വളരെ ക്വാളിറ്റി ഉള്ളതായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിംഗ് ദ ചാനൽ. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്യാം. ആദ്യമായി നമ്മൾ LLMനെ കുറിച്ച് പറഞ്ഞു. നമ്മളൊരു ഇൻപുട്ട് കൊടുക്കുന്നു, LLM അതിൻ്റെ ട്രെയിൻഡ് നോളജിൽ നിന്നും നമുക്കൊരു ഔട്ട്പുട്ട് നൽകുന്നു. രണ്ടാമതായി നമ്മൾ AI വർക്ക് ഫ്ലോസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമ്മൾ LLMന് എക്സ്റ്റേണൽ സോഴ്സുകളിലേക്ക് അല്ലെങ്കിൽ APIകളിലേക്ക് ആക്സസ് കൊടുത്തു. അതുപോലെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തു. ഇവിടെ ഒരു കീ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൺ ആണ് ഇവിടെ ഡിസിഷൻ മേക്കർ. ഈ ഒരു ലോജിക് അല്ലെങ്കിൽ കൺട്രോൾ ഫ്ലോ സെറ്റ് ചെയ്യുന്നത് ഹ്യൂമൺ ആണ്. മൂന്നാമതായി നമ്മൾ AI ഏജൻസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു ഗോൾ സെറ്റ് ചെയ്യുകയും ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി LLM ആദ്യം റീസൺ ചെയ്യുകയും ചെയ്യും. ഈ റീസണിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ടൂൾ ആദ്യം സെലക്ട് ചെയ്ത് ആക്ഷൻ പെർഫോം ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ആക്ട് ചെയ്ത് അതിനൊരു ഇൻ്ററിം റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ലഭിക്കും. ഈ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി നോക്കും. ഇത് സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് സാറ്റിസ്ഫാക്ടറി ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത് വരെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ലഭിക്കും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം LLM അല്ലെങ്കിൽ ഏജൻ്റ് ആണ് ഡിസിഷൻ മേക്കർ. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെങ്കിൽ എങ്ങനെയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ബിൽഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ.